भारत माता की जय। बोलो भारत माता की जय। महात्मा गांधी की जय। महात्मा गांधी की जय। पंडित जवाहरलाल नेहरू की जय। पंडित जवाहरलाल नेहरू की जय। बोलो भारत माता की जय। സമര പോരാട്ടങ്ങളിലൂടെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നമുക്ക് നേടിത്തത്. നമുക്കറിയാം ഒട്ടനവധി അറിഞ്ഞും അറിയാതെയുമുള്ള ഒരുപാട് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ആ ചോരയുടെ അതേപോലെ തന്നെ അവരുടെ അധ്വാനത്തിൻ്റെയും ഫലമാണെന്ന് നാം ഓർമ്മിക്കുക ഈ സ്വാതന്ത്ര്യം നമുക്ക് കാത്ത് സംരക്ഷിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം നമുക്കും നമ്മുടെ വരും തലമുറക്കുമുണ്ട്. ഈ സ്വാതന്ത്ര്യദിന കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ഈ സ്വാതന്ത്ര്യ പരിപാടിയിലേക്ക് എല്ലാവരെയും ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു. ഈ സ്വാതന്ത്ര്യ സമര ദിന ഏവർക്കും രാജ്യത്തിൻ്റെ 80ാം സ്വാതന്ത്ര്യദിന ആശംസ നേരുകയാണ്. നമുക്ക് അങ്ങോട്ട് പറഞ്ഞ പോലെ കാലത്തിൻ്റെ ഈ ഗതിയിൽ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വേളയിലാണ് നമുക്ക് ജീവിക്കുന്നത്. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തെക്കാൾ വ്യക്തി താല്പര്യങ്ങൾക്കും ഏകാധിപത്യ ഭരണത്തിനുമൊക്കെ നേതൃത്വം നൽകുന്ന ഒരു ഭരണകൂടത്തോട് മല്ലിടുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഇന്ത്യയിലുള്ളത്. ഇന്ത്യയിലെ യുവാക്കൾ ഉൾപ്പെടെയുള്ള ആശങ്ക കഴിയുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ സ്വാതന്ത്ര്യത്തെ കളങ്കപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ശ്രമത്തിനും നമ്മുടെ ഭാഗത്ത് നിന്ന് കൂട്ടുനിൽക്കാനോ അവരെ സപ്പോർട്ട് ചെയ്യുവാനോ പാടില്ല. ഈ സ്വാതന്ത്ര്യം അമൃതമാണ്. ഇത് ഇന്ത്യൻ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ലോകത്തിന് മാതൃകയുള്ള സ്വാതന്ത്ര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ സ്വാതന്ത്ര്യദിനത്തെ ഇതുപോലെ കാത്തു സൂക്ഷിക്കാൻ നമ്മളൊക്കെ പ്രതിജ്ഞാബദ്ധരാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ആശംസ നേരുന്നു. സ്വാതന്ത്ര്യദിനത്തിൻ്റെ ആശംസകൾ നേരുകയാണ്. ഈ ഒരവസരത്തിൽ ഈ സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് അഹോരാത്രം പ്രയത്നിച്ച സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ജീവിത്യാഗവും ആത്മസമർപ്പണവും ഈ അവസരത്തിൽ നന്ദിയോടും കൃതജ്ഞതയോടുകൂടി രാജ്യം ഓർക്കുന്നു. രാജ്യം വലിയ വെല്ലുവിളികൾ, എനിക്ക് മുമ്പ് സംസാരിച്ച വ്യക്തി പറഞ്ഞവർ, രാജ്യം വലിയൊരു വെല്ലുവിളിയിലൂടെ നടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യത്ത് അഴിമതിയും ആക്രമണവും അതേപോലെ തന്നെ നമ്മുടെ ജനാധിപത്യ മൂല്യങ്ങളും ഒക്കെ ചോദ്യം ചെയ്യപ്പെടുന്ന വലിയൊരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ആളുകളുടെ ആഗ്രഹവിലാസങ്ങൾക്കനുസരിച്ചല്ല രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ രാജ്യം നേടിയെടുത്ത ഈ സ്വാതന്ത്ര്യം അതേപോലെ തന്നെ കാത്തു സൂക്ഷിക്കുവാനും വരും തലമുറകൾക്ക് കൈമാറാനുള്ള വലിയൊരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഏത് സമയത്തും ഈ സ്വാതന്ത്ര്യത്തിൻ്റെ ശോഭ കെടാതെ കാത്തു സൂക്ഷിക്കാൻ നാം എല്ലാവരും ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കണം മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് സ്വാതന്ത്ര്യദിനത്തിൻ്റെ എല്ലാ ആശംസകളും എല്ലാവർക്കും ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മൾ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ മഹത്വങ്ങളെപ്പറ്റി പ്രിയപ്പെട്ട നേതാക്കന്മാർ വിവരിച്ചു. നമുക്ക് വേണ്ടി സ്വാതന്ത്ര്യം നേടിത്തന്ന മഹാത്മാരെ സ്മരണാഞ്ജലികൾ ഓർത്തുകൊണ്ട് എല്ലാവർക്കും സ്വാതന്ത്ര്യദിനത്തിൻ്റെ ആശംസകൾ നേർന്നു. ജയ് ഹിന്ദ്.